വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പേഴ്സണലി ഒന്ന് ആദില ബസ്സിൽ എൻ്റെ നല്ല ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അവർ മാന്യമായിട്ട് ഇവിടെ സൊസൈറ്റിയിൽ സിംഗിളായിട്ട് നിന്ന് അവരെ പേഴ്സണൽ ഒരു ലൈഫ് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് രണ്ടുപേരും ജോലിയുള്ള ആൾക്കാരാണ്. ഒരാളെയും ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരാൾ നേരെ ബാഡ് കമൻറ്റ് ഇടാനോ അല്ലെങ്കിൽ അടിച്ചമർത്താനോ ഒന്നും അവർ പോകാറില്ല. അവർ പേഴ്സണലി വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന രണ്ട് കപ്പിൾസാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഇപ്പോൾ ബിഗ് ബോസിൽ വന്നത് കൂടി എന്തിനാന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എനിക്കറിയില്ല, നമ്മളെ ഈ ഒരു കമ്മ്യൂണിറ്റിനെ ടാർഗറ്റ് ചെയ്തിട്ട് വന്ന ഒരു വ്യക്തിയാണെന്ന് പോലും എനിക്കിപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട്. പിന്നെ ഒന്നാമത് പേഴ്സണലി അത് അക്ബറും ലക്ഷ്മിയും തമ്മിലുള്ളൊരു ഇഷ്യൂസ് ആയിരുന്നു. അതിൽ ആദിലിനെയും നൂറിനെയും വലിച്ചെടുക്കേണ്ട ഒരു ആവശ്യം ലക്ഷ്മിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ലക്ഷ്മി അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടും അത് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പേഴ്സണലി ഇപ്പോൾ എൻ്റെ ലൈഫ് എടുത്ത് നോക്കിയാലും എൻ്റെയും ആഷിഖിൻ്റെയും പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്കിയാലും ആൾക്കാർക്ക് അറിയേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ഇവരെന്താണ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ്, അല്ലെങ്കിൽ എന്താണ് ഇവർ രണ്ടുപേരും നമ്മൾ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നതിൽ എന്താണ്. അപ്പോൾ ആൾക്കാർ പറയും, അപ്പോൾ നിങ്ങൾ കാണിക്കുന്നതനുസരിച്ച് ഞങ്ങൾക്ക് കമൻറ്റ് പറയാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ഒരാളെ പേഴ്സണൽ ലൈഫ് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ആരെയും ഉപദ്രവിക്കാണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് അത് അവരുടെ ലൈഫിലേക്കൊരു ചുഴിഞ്ഞു നേക്കാൻ ആർക്കും പേഴ്സണലി ആയിട്ടൊരു അധികാരമില്ല. അപ്പോൾ ഈവൻ ആദില ആണെങ്കിലും വളരെ ഹാപ്പി ആയിട്ട് ഇപ്പോൾ ബിഗ് ബോസിൽ തന്നെ ഇതിനു മുമ്പേ ഇവരെ ഒരു സ്നേഹം കണ്ടിട്ട് നിങ്ങളെ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് രോമാഞ്ചം വരുന്ന പറഞ്ഞ വ്യക്തിയാണ് നമ്മളെ കലാഭവൻ സരിക ചേച്ചി. അപ്പോൾ അതൊക്കെ വളരെ നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങുന്ന സമയത്ത് ഇതേപോലെ റോങ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ഇത് കേൾക്കുന്നവരും കൂടിയും അത് റോങ് ആയിട്ട് ചിന്തിക്കാൻ ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞത് വളരെ മോശമായൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. എനിക്കതാണ് പറയാനുള്ളത്. ഒരിക്കലും മൈലേജ് കൊടുക്കാൻ പറ്റില്ല. കാരണം അതെനിക്കത് പറഞ്ഞാൽ ആ വീഡിയോ എഡിറ്റ് വർഷം വന്നിട്ടുണ്ടായിരുന്നു. അത് ഇവർ പറയുന്ന സമയത്ത് അതിൽ ജസ്റ്റ് ഇങ്ങനെ അവരെ നോക്കുന്നൊരു ഇത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയി എനിക്ക് പേഴ്സണലി. അതിങ്ങനെ ഒന്നും മിണ്ടാണ്ട് അതിങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കിയൊരു നോട്ടം എനിക്ക് പേഴ്സണലി അത് ഭയങ്കരമായിട്ട് മനസ്സിൽ കൊണ്ടുപോകും. എനിക്ക് പക്ഷേ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കാം. ഇപ്പൊ ജാസിക്കായാലും അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് വോട്ടാൻ നിൽക്കുക. പക്ഷേ അതെ അല്ല, ഞാൻ ഒന്നാമത് ഇപ്പം എന്നെ ട്രോളുന്ന കുറേ വ്യക്തികളുണ്ടല്ലോ, സ്ഥിരമായിട്ട് ട്രോളുന്ന. ഇവർക്ക് എന്താണ് ഈ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ എന്താണ് ട്രാൻസ് പേഴ്സൺ, അല്ലെങ്കിൽ എന്താണ് ബൈസെക്ഷൽ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഗേ, ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ഇത് എന്താണെന്നൊന്ന് അറിയിച്ചു കൊടുക്കണം. ഇപ്പോഴും പറയുന്നത് അവനെങ്ങനെ പെണ്ണാവുക, അല്ലെങ്കിൽ അവൻ ആൾമാറാട്ടം ചെയ്ത് ജീവിക്കുന്നതല്ലേ. എന്താണ് ഇവർ അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായത്. ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് തുറന്ന് പറഞ്ഞ് ഞാൻ സ്വന്തം വെളിപ്പെടുത്തിയൊരു വ്യക്തിയാണ്. പലർക്കും ഒരു ചിന്തയുണ്ട്, ഫുൾ സർജറി കഴിഞ്ഞ് പെണ്ണായ മാത്രമാണ് അവർ ട്രാൻസ്ജെൻഡേഴ്സ് ആവുള്ളൂ, അല്ലെങ്കിൽ അവർ ഇതാവും. അങ്ങനെയല്ല. നമ്മുടെ സ്വന്തം ഐഡൻറ്റിറ്റി എന്താണെന്ന് നമ്മൾ തുറന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറയണം ഞാനൊരു ട്രാൻസ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഞാനൊരു ഗേ ആണ്. അത് അവരുടെ ഐഡൻറ്റിറ്റി അവർ തുറന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ ഐഡൻറ്റിറ്റി. അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സും അംഗീകരിക്കാനുള്ളൊരു പക്വതയാണ് ആദ്യം കാണിക്കേണ്ടത്. എല്ലാ സർജറിയും ചെയ്താൽ മാത്രമാണ് ട്രാൻസ്ജെൻഡേഴ്സ് ആവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന കുറേ ആൾക്കാരുടെ മൈൻഡിലുണ്ട്. അത് തീർത്തും ഒരു ഇതാണ്. പിന്നെ നമ്മളെ ഒരു ഹാപ്പിനെസ്സാണ് നമ്മൾ സർജറി ചെയ്ത് നമ്മൾ പൂർണ്ണമായിട്ട് ആ ഒരു ഇതിലേക്ക് എത്തുന്നത്. അത് പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ ട്രോളുന്ന വ്യക്തിയാണെങ്കിലും എന്താണ് ബൈസെക്ഷൽ, എന്താണ് ഗേ, അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ളത് അത് പറയാൻ പോലും അയാൾക്ക് അറിയുന്നില്ല. അതാണ് മെയിൻ ഒരു ഇത് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ ഈ സൊസൈറ്റിയിൽ ഒരുപാട് തരത്തിലുള്ള ആളുകളും ഇപ്പം പുരുഷൻ, സ്ത്രീ, ഒരുപാട് കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരുണ്ട്. അവർ തന്നെ മതത്തിൽ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഈ മുസ്ലിം മതത്തിലുള്ള ആൾക്കാർക്കാണ് കൂടുതലും അറ്റാക്കുകൾ വരുന്നതെന്ന് ജാസിക്ക് തോന്നുന്നുണ്ടോ? എനിക്കത് അറിയില്ല. ഇപ്പം ഞാൻ മുസ്ലിംസ് ആയതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ആഷിൻ്റെയും ബന്ധം കുറച്ചും കൂടെ ആൾക്കാർ എന്താണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്, കാരണം എന്നെ ട്രോളുന്ന ആളും അങ്ങനെയാണ്, മതപരമായിട്ടാണ് ട്രോളുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാം നമ്മൾ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് നമുക്ക് ഫസ്റ്റ് അത് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഒരു എല്ലാ അർത്ഥത്തിലും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നാളെ എൻ്റെയും ഇപ്പോൾ ആദിലനൂറിൻ്റെയും ലൈഫ് ബിഗ് ബോസിൽ പോയി അവർ ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും അത് കുറേ ആൾക്കാർ അംഗീകരിക്കും. ആ ലൈഫിലേക്ക് ആൾക്കാർ അക്സെപ്റ്റേഷൻ വരും എന്നുള്ളത് എനിക്ക് മനസ്സുകൊണ്ട് എനിക്കറിയാം. കാരണം വളരെ നല്ല രീതിയിൽ അവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ ഞാനുമാണ് ആശയാണെങ്കിലും ഞങ്ങളൊക്കെ ആൾക്കാരെ അംഗീകരിക്കുന്ന ഒരു സമയം വരും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും വരും എന്നുള്ളൊരു ഇതെനിക്കും ഉണ്ട്. കാരണം ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ നല്ല നല്ല കമൻസുകൾ, അവരെ വീഡിയോയുടെ താഴത്ത് വരുന്ന കമൻസുകൾ കാണുമ്പോൾ എനിക്കും ഭയങ്കര ഹാപ്പിനെസ്സാണ്. കാരണം നമ്മളീ നാളെ ഇതേപോലെ ആൾക്കാർ അംഗീകരിക്കും എന്നുള്ളൊരു ഇത് എനിക്ക് തോട്ടുണ്ട്. പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നല്ല, എല്ലാ കമ്മ്യൂണിറ്റിയിലും ഇങ്ങനത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ടോ ആൾക്കാർക്ക് അക്സെപ്റ്റേഷൻ വളരെ കുറവാണ്. മാറും എന്തായാലും.
ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും ഇപ്പൊ പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ജാസിക്കാണെങ്കിലും പേഴ്സണലി ഒരുപാട് സൈബർ ബുള്ളിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അതൊക്കെ മൈൻഡ് ചെയ്യാതെ കുറച്ചും കൂടെ ജീവിത ഹാപ്പി ആയിട്ടാണ് ജാസി. നമ്മൾ അത്രയുള്ളൂ. നമ്മൾ ആൾക്കാർ ബാഡ് കമൻറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർ തളർത്തുമ്പോഴും നമ്മളെ ലൈഫിൽ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് പോകും, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളാരും ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ ആരും കളിയാക്കാൻ അല്ലെങ്കിൽ ആരും ഇതാക്കാനൊന്നും പോകുന്നില്ല. നമ്മളെ ഹാപ്പിനെസ് ആയിട്ടല്ലേ പോകുന്നത്. അപ്പം അങ്ങനെ അങ്ങ് പോകുമ്പോൾ ആൾക്കാരത് മൈൻഡിൽ നിന്ന് അങ്ങ് വിട്ടോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ബിഗ് ബോസ് നിലവിൽ കാണാൻ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തിയാണ്. ഞാൻ ലൈവും കാണാറുണ്ട്, 24 ലൈവ് കാണാറുണ്ട്. ഞാൻ ആവശ്യം സ്ഥിരമായിട്ട് കാണുന്നത് ഇപ്രാവശ്യമില്ല, കുറേ സീസണായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സീസണിലും ഓരോ ഫ്രണ്ട്സ് ഉണ്ടാവും. കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു, അതിന് മുമ്പത്തെ സീസണിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സീസണും കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഒക്കെ എങ്ങനെയുണ്ട്? ഗെയിം കളിക്കുന്ന ആൾക്കാരൊക്കെ നല്ലൊരു ഗെയിമാണ്. നമുക്ക് ഇപ്പോൾ ഒരു 30 ദിവസം പിന്നിട്ടു. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ആരാണ് ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് ഒരാളെ പോയിന്റ് ചെയ്ത് പറയായിരുന്നു ഇന്ന ആൾ എന്ന്. പക്ഷെ ഇപ്രാവശ്യം നമുക്കത് പറയാൻ പറ്റില്ല. അത് അത്രയും നല്ല ഗെയിമേഴ്സാണ് ഉള്ളത്. പിന്നെ പേഴ്സണലി എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അഫ്കോഴ്സ് എൻ്റെ ഫ്രണ്ട് ആദില നൂറ. അതുകൂടാണ്ട് എനിക്ക് അനീഷേട്ടനെ ഇഷ്ടമാണ്. അനീഷേട്ടാണ് എൻ്റെ പിന്നെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ ഗെയിം കളിക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം ആരാണ്. ഫസ്റ്റ് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു എനിക്ക് സീരിയസ്ലി. പക്ഷേ പിന്നീട് ഇപ്പോൾ ഭയങ്കര നല്ലൊരു ഗെയിമിലേക്ക് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. കോമണറായിട്ട് പോലും വളരെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് അനീഷേട്ടൻ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം. ഈവൻ ആഷിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടം, ഞങ്ങൾ ഓട്ടോ കൊടുക്കാറുണ്ട്. അപ്പോൾ ഭയങ്കര നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് ജസേലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ നല്ല പേഴ്സണാലിറ്റി, എന്ത് പറയുമ്പോഴും വളരെ നീറ്റ് ആൻഡ് ആയിട്ടുള്ളത്, പ്രതികരണങ്ങളൊക്കെ വളരെ പറയുന്നുണ്ട്. നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് തോന്നി എനിക്ക്. ഈ ബിഗ് ബോസ് കയറുന്നതിന് മുമ്പ് ആദ്യമൊക്കെ ഭയങ്കര രീതിയിൽ നെഗറ്റീവ് ഒക്കെ ആയിരുന്നു. അതെ. പക്ഷെ ഇപ്പോ ബിഗ് ബോസിന്റെ ഉള്ളിലത്തെ അവരുടെ പ്രകടനങ്ങളും ഒരു ഇത് വന്ന ശേഷം ഭയങ്കര രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സപ്പോർട്ട്, ഭയങ്കര രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ നോക്കി? അതാ ഞാൻ പറഞ്ഞത്, വളരെ സന്തോഷത്തോടെയാണ് അതൊക്കെ നോക്കിക്കാണുന്നത്. കാരണം ഈവൻ ഇനിയിപ്പോൾ അവരെ അക്സെപ്റ്റേഷൻ നമുക്ക് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അവരൊരു ലവ് കണ്ടിട്ടും അവരൊരു റെസ്പോൺസ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനിയും ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്യും. ഇനിയും ആൾക്കാർ നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കുന്നൊരു തോന്നൽ സത്യം പറഞ്ഞാൽ ആ കമൻറ്റ് ബോക്സ് വായിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഇതുപോലുള്ള ഒരുപാട് പേർക്ക് ഭയങ്കര രീതിയിൽ പ്രചോദനമാവാൻ തീർച്ചയായിട്ടും അങ്ങനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ, ആർക്കും ഒരു ഉപദ്രവമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കണം. അത് ഏത് ആൾക്കാരായാലും ഏതൊരു കമ്മ്യൂണിറ്റി ആയാലും അക്സെപ്റ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരെ കമൻറ്റ് ബോക്സൊക്കെ പണ്ട് അവരെ കമൻറ്റ് ബോക്സിൽ ഭയങ്കര ബാഡ് കമൻറ്റ് ആണെങ്കിൽ ഇപ്പോൾ അവരെ കാണുമ്പോൾ ആ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ അത് വായിച്ച് നോക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. കുറേയൊക്കെ ആൾക്കാർ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷം. അത് പ്രണയത്തിന് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, ജെൻഡർ ഇല്ല എന്നുള്ളത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയല്ലോ. അത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. ഈ അനുമോളുടെ ഗെയിമിനെ കുറിച്ചിട്ടൊക്കെ എങ്ങനെയുണ്ട്? പേഴ്സണലി എനിക്ക് അനുമോളുടെ ഗെയിമിനെ കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിയില്ല പറയാൻ. പക്ഷേ നോർമലി നോക്കുകയാണെങ്കിൽ ഒരുപാട് ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നുന്നു. പണ്ടൊക്കെ നമ്മൾ ഇത്രയും ബോൾഡായ ഒരു വ്യക്തിയാണ് അനുമോൾ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കേണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ബോൾഡായിട്ട് കളിക്കുന്നുണ്ട് ഗെയിം. പിന്നെ ഓരോന്നും അവരെ ഗെയിം പ്ലാനും സ്ട്രാറ്റജിയും ഒക്കെ ആയിരിക്കും. അതങ്ങനെ അതെ, ആളൊരു തൊട്ടാവാടിയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ബോൾഡായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വരും എപ്പിസോഡിൽ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഇവർ ഒരു ഗെയിം പ്ലാൻ പോകുന്നത് എന്നുള്ളത്. ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ആളും കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും. ഇപ്പോൾ ബിഗ് ബോസിൽ ഇപ്പോൾ ലൈവ് കാണുന്നതാണല്ലേ, ബിഗ് ബോസിൽ ശരിക്കുള്ള ഗുണ്ട അക്ബറാന്ന് പറയുന്നുണ്ട്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ അക്ബറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഫാക്ടറി ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ അക്ബർ വളരെ നല്ല രീതിയിലൊരു, എനിക്ക് പണ്ടത്തെ എന്താ പറയുക ഒരുപാട് ഫിലിമുകൾ ഓർമ്മ വന്നു. ഇപ്പോൾ ഞാനൊരു റീലൊക്കെ കണ്ടു, അതുപോലെ എനിക്ക് ഓർമ്മ വന്നത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറിൽ നിൽക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ അതൊക്കെ നല്ലൊരു പ്ലാനാണ്. എനിക്ക് അക്ബറിൻ്റെ പണ്ട് ഈ സംസാരിക്കുന്ന രീതിയിലുള്ള അത് കുറച്ച് ഇതുണ്ടായിരുന്നു. കാരണം എട അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾ അത്യാവശ്യം നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് കളിക്കുന്നുണ്ട് അക്ബർ. ഇനിയിപ്പോ അടുത്തതായിട്ട് ബിഗ് ബോസിന് ഇപ്പൊ ഈ ആഴ്ച പുറത്ത് പോകണം എന്ന് അല്ലെങ്കിൽ പുറത്താവണം എന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും? ഇല്ല, എനിക്ക് അങ്ങനെ എല്ലാവരും കളിക്കട്ടെ, നന്നായിട്ട് നല്ല രീതിയിൽ കളിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹമാണുള്ളത്. ലക്ഷ്മി പറഞ്ഞതിന് അഗെയിൻസ്റ്റ് ലക്ഷ്മിക്ക് എന്തെങ്കിലും ഒരു ഇത് ലാലേട്ടൻ്റെ ഭാഗത്തുനിന്നോ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവണ്ടേ?
തീർച്ചയായിട്ടും വേണം. കാരണം അത് ഒരു വീട്ടിൽ കെട്ടാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റിനെ ഭയങ്കരമായിട്ട് ഡിസ്മെൻഷൻ ചെയ്യുന്ന ഒരു ഇതല്ലേ. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കുമായിരിക്കും. ഞാനും അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഒരു വീഡിയോ കണ്ടിരുന്നല്ലോ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാൻ. ഞാൻ കാരണം ഞാൻ കുറേ ആയി എല്ലാവരും എന്നോട് ചോദിക്കുന്നത്, എന്നെ കമ്മ്യൂണിറ്റിയിലായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ചോദിക്കാൻ തുടങ്ങി എന്താ ജാസ്തി നീ പ്രതികരിക്കാത്ത, കാരണം അത് അവർക്കും കൂടി എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, എല്ലാവർക്കും ഒരു കുടുംബം, നമ്മൾ വെറുതെ ഒരാളെ ഒരു ബുദ്ധിമുട്ടിലേക്ക് ആക്കണ്ട എന്ന് വിചാരിച്ചാണ് ഇത്ര കാലം ഇങ്ങനെ മിണ്ടാണ്ട് നിന്നത്. പക്ഷേ കുറച്ചും കൂടെ ഓവറായി എൻ്റെ ഞങ്ങളുടെ ഫാമിലിയിൽ അത് കിടന്ന് കളിക്കാൻ തുടങ്ങിയപ്പോഴാണ്, കുറച്ചുകൂടി എഫക്റ്റ് ആയപ്പോഴാണ് ഞങ്ങൾ ഇത് ലീഗലി തന്നെ മുന്നോട്ട് പോകാനുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങിയത്. അപ്പോൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറേ ട്രോളുകൾ ഇറങ്ങുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പഞ്ചായത്ത് മുഴുവൻ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു വലിയ മൈതാനം മുഴുവൻ ആൾക്കാർ. ഞാൻ എന്നെ പേഴ്സണലായിട്ട് തുടർച്ചയായിട്ട് ഹറാസ് ചെയ്യുന്ന കുറച്ച് പേർക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ബാഡ് കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എതിരെ കേസ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വളരെ ഡെയിലി ബാഡ് കമൻറ്റ് ഇടുന്ന കുറച്ച് ആൾക്കാർക്കും ഡെയിലി എന്നെ സ്ഥിരമായിട്ട് എൻ്റെ അബ്യൂസ്മെൻറ്റ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കെതിരെയാണ് ഞാനിപ്പോൾ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഇനി എന്തായാലും അതിന് തുടർച്ചയായിട്ട് ആ ഒരു കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ. ഞാൻ ഓൾറെഡി ഹൈക്കോടതിയിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കൂടാണ്ട് ഇത് ക്രിമിനൽ കുറ്റം കൂടി ഉണ്ട്. കാരണം എനിക്ക് വധഭീഷണി വന്നിട്ടുണ്ട്, പിന്നെ പേഴ്സണലി ഹറാസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു ക്രിമിനൽ ആക്റ്റും കൂടി ഇതിലുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ കമ്മീഷൻ ഓഫീസിലും കൂടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ടും കൂടി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്തും കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇത്തരം ആളുകളോട് എന്തെങ്കിലും പറയാനുള്ളത്? കാരണം ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, ഒന്നാമത് ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കോടതി കേസായിട്ട് പിന്നാലെ കുറേ നടക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറേ ക്യാഷ് ചിലവാകും എന്നൊക്കെ പലരും ഒരു വിചാരം അങ്ങനെയാണ്. ക്യാഷ് ചിലവാകും, പക്ഷെ ഒത്തിരി നമ്മൾ വിചാരിച്ച അത്രയൊന്നും ക്യാഷൊന്നുമില്ല. വളരെ കുറച്ച് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പേയ്മെൻറ്റ് തന്നെയാണ്. എന്നാൽ നമുക്ക് ഇപ്പോഴും കുറേ ആൾക്കാർ ഹറാസ്മെൻറ്റ് നേരിടുന്ന കുറേ വ്യക്തികളുണ്ട്. ജെൻഡർ ആയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ കളറിൻ്റേതായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ജാതിപരമായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ അവർ പറയുന്ന കണ്ടൻറ്റ് പരമായിട്ടും ഒരുപാട് പേര് ഇപ്പോഴും ഇങ്ങനെ വൾഗറായിട്ട് ട്രോളുന്നുണ്ട് കുറേ ആൾക്കാർ. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത് നിങ്ങളെല്ലാവരും പ്രതികരിക്കണം. ഇത് പ്രതികരിച്ചാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരാൾ മുന്നോട്ട് വരും. ഇപ്പം ഞാൻ ഓൾറെഡി മുന്നോട്ട് വരാൻ തന്നെ കാരണം ബഷീർ ബാസിയുടെ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ്. ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് കുറച്ചൊരു ബോധോദയം വന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളെല്ലാവരും പ്രതികരിക്കണം. നമുക്ക് എല്ലാവർക്കും ഈ ഒരു ലോകത്ത് ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട്. എല്ലാവരും ഇഷ്ടപ്രകാരം ആരും ഉപദ്രവിക്കാണ്ട് എല്ലാവരും ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അപ്പോൾ അത് തടസ്സപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു റീല് പോസ്റ്റ് ചെയ്ത റീലിലും അഡ്വക്കേറ്റിന്റെ ഒപ്പമുള്ള റീല്, ആ അഡ്വക്കേറ്റിനെയും ഭയങ്കരമായിട്ട് അതെ ഉണ്ട് കമന്റ് ഉണ്ട്. അത് ഈ ചെയ്യുന്നവർക്ക് ഉള്ള ഒരു എന്താ പറയുക ബുദ്ധിയില്ലായ്മ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത് എത്രത്തോളം മോശപരമായിട്ടുള്ള കാരണം, നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് വക്കീൽ, പോലീസ്, ഡോക്ടേഴ്സ്, അങ്ങനെ കുറച്ച് ആൾക്കാർ. അവരെ പോലും ഇങ്ങനെ ചെയ്യുമ്പോൾ അത് അതിനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് നിയമം എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ പ്രതികരിക്കുന്നത്. അതിനെതിരെയും നടപടികൾ ഉണ്ടാവും എന്തായാലും.